إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ദിവസം പലതവണ നാം പ്രയോഗിക്കുന്ന ഒരു അറബി പദമാണ് ഖൈർ എന്നത്. ഒരു മലയാള പദം പോലെ സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. ഖൈറിന് വേണ്ടി നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. പലരോടും നമ്മൾ എല്ലാം ഖൈറാക്കട്ടെ എന്ന് പറയും. നമുക്ക് വേണ്ടിയും ഖൈറാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അറിഞ്ഞുകൊണ്ടാണോ നമ്മളിത് ചോദിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ 176 തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്ന ഒരു പദമാണ് ഖൈർ എന്നത്. ചോദിക്കുന്നത് അള്ളാഹുവിനോടായതുകൊണ്ട് എന്താണത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കണം നാം ചോദിക്കേണ്ടത്. ഏതൊരു കാര്യത്തിലും ഖൈർ ചോദിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഖൈറിനെ ചോദിക്കണം എന്ന് പറഞ്ഞു. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ അൽ ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹ. അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, എല്ലാ കാര്യങ്ങളിലും ഖൈറിനെ ചോദിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു. കമാ യുഅല്ലിമുന അസ്സൂറത മിനൽ ഖുർആൻ. ഖുർആനിലെ ഒരു സൂറത്ത് ഞങ്ങൾക്ക് ഏത് വിധത്തിലാണോ പഠിപ്പിച്ചു തന്നത്
ഖുർആനിലെ ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ഇസ്തിഖാറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അഥവാ ഖൈറിനെ ചോദിക്കേണ്ട പ്രാർത്ഥന ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംരി, നിങ്ങൾ ഏതൊരു കാര്യത്തെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ഏതൊരു കാര്യത്തെയും നിങ്ങൾ കരുതിയാൽ, ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീള, ഒരു സുന്നത്തായ 2 റകഅത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം. സുമ്മൽ യഖുൽ, എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ പ്രാർത്ഥിക്കണം. നമ്മൾ ഇടപെടുന്ന, നാം ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും അത് നമ്മൾ ചെന്ന് നേരെ അങ്ങോട്ട് ചെയ്യുന്നതിന് പകരം ആ കാര്യത്തിന്റെ ഖൈർ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യേണ്ടത്. അതാണ് ദുആഉൽ ഇസ്തിഖാറ. 2 റകഅത്ത് നിസ്കരിക്കണം. ആദ്യം 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, ഇസ്തിഖാറത്തിന്റെ ഖൈറിനെ ചോദിച്ചുകൊണ്ടുള്ള നിസ്കാരം എന്ന നിയ്യത്തിൽ 2 റകഅത്ത് വുളൂ ചെയ്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ഇറങ്ങാൻ പോകുന്ന വിഷയത്തിലെ ഖൈർ ചോദിക്കണം. ഖൈർ എന്താണെന്നും എന്തിനാണത് ചോദിക്കുന്നത് എന്നും ആ പ്രാർത്ഥനയിൽ തന്നെ കാണാം. 2 റകഅത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ഇതാ ഖൈറിനെ ചോദിക്കുകയാണ്, ബിഇൽമിക, നിന്റെ അറിവ് കൊണ്ട്. നമ്മൾ ഇടപെടാൻ പോകുന്ന വിഷയം ഖൈറാണോ ഷർറാണോ നമുക്കാർക്കും അറിയില്ല. എത്രയോ അനുഭവങ്ങൾ സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. പല ആൾക്കാരും പറയുന്നത് കേട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പറഞ്ഞു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പറഞ്ഞു, ഏറ്റവും അടുത്ത ആൾക്കാർ പറഞ്ഞു, നമ്മൾ ആ കാര്യത്തിലേക്ക് കണ്ടു ചെന്നു. അത് ചിലപ്പോൾ ഒരു വിവാഹ ബന്ധമാകാം, ഒരു ബിസിനസ്സാകാം, മറ്റേതെങ്കിലും യാത്രകളാകാം, കാര്യങ്ങളാകാം. അതൊക്കെ നമ്മൾ അത്രക്കും ഉറപ്പാണ്. കാരണം അയാൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് അത്രയും ഉറപ്പുള്ള സംഗതിയാണ്. അത് ഖൈറല്ലാതെ അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട പലതും പിന്നീട് നമുക്ക് അതുകൊണ്ട് വലിയ ഫിത്ന ഉണ്ടായിട്ടില്ലേ, വലിയ ഷെർ ഉണ്ടായിട്ടില്ലേ, വലിയ ദോഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അല്ലാഹുവിനെ അതറിയൂ. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം, ബിഇൽമിക, നിന്റെ അറിവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ഈ കാര്യത്തിലെ ഖൈറിനെ ചോദിക്കുന്നു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്റെ കഴിവിനെ മുൻനിർത്തി, നിന്റെ കഴിവ് കൊണ്ട് എനിക്ക് ആ കാര്യം ചെയ്യാനുള്ള ശേഷി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പം അത് ചെയ്യാനൊരു കഴിവ് വേണം. അത് നിന്റെ കഴിവിനെ മുൻനിർത്തി പടച്ചോനെ ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫളിക്കൽ അലീം, നിന്റെ മഹത്തായ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മൾ എത്ര ഒരുക്കി വെച്ചാലും, നമ്മൾ എത്ര മുതൽ മുടക്കിയാലും, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ശരി സഹോദരങ്ങളെ, ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഖൈർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് പടച്ചോനെ നിന്റെ ഫള്, നിന്റെ മഹത്തായ ഔദാര്യം ഈ വിഷയത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. പടച്ചോനെ എനിക്കെന്ത് കഴിവാനുള്ളത്? വതഅലമു വലാ അഅലം, നീയാണെല്ലാം അറിയുന്നവൻ. പടച്ചോനെ എനിക്കെന്തറിവാനുള്ളത്? അൻത അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞ എല്ലാ കാര്യങ്ങളും വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്നായി അറിയുന്നവൻ നീ മാത്രമാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, അല്ലാഹുവേ ഞാൻ ഈ ഇറങ്ങാൻ പോകുന്ന ഈ കാര്യം ഖൈറാണ് എന്നാണ് പടച്ചവനെ നിന്റെ അറിവെങ്കിൽ, റബ്ബിനെ അറിയുള്ളൂ. ഞാൻ ഇറങ്ങാൻ പോകുന്ന ഈ കാര്യം അതൊരു കച്ചവടമാകാം, ഒരു വിവാഹബന്ധമാകാം, ഒരു യാത്രയാകാം, മറ്റേതെങ്കിലും ഐഷത്തിന്റെ മാർഗമാകാം, ഒക്കെയാകാം. പടച്ചവനെ ഞാനിതാ ഇറങ്ങാൻ പോകുകയാണ്. പടച്ചവനെ ഒരു കടലിലേക്ക് മത്സ്യം പിടിക്കാൻ, ഒരു വെള്ളം വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിൽ ചേരാൻ വേണ്ടി പോവുകയാണ്, അതിൽ ഷെയർ മുടക്കാൻ വേണ്ടി പോവുകയാണ്. പടച്ചവനെ ഈ കാര്യം ഖൈറാണ് എന്നാണ് നിന്റെ അറിവെങ്കിൽ, ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൽ ലീ ഫീ ദീനി വമആശി വആഖിബത്തു അംരി, എന്റെ ദീനിന് അത് ഖൈറാവണം. ഇതോടുകൂടി പിന്നെ എന്റെ ദീന് പൊളിയരുത്. എന്റെ മഈശത്തിന്റെ മാർഗമാണ്. അതുപോലെ തന്നെ എന്റെ വആഖിബത്തു അംരി, ഈ കാര്യത്തിന്റെ പര്യവസാനവും ഖൈറാണെങ്കിൽ തുടക്കമൊക്കെ ഉഷാറായിരിക്കും. ആദ്യത്തെ 2-3 മാസമൊക്കെ ഉഷാറായിക്കാരം. പിന്നെ കുറച്ചത് കഴിയുമ്പോൾ അതിന്റെ ശരിയായ കാര്യം, അതിന്റെ ഷെറ് വരുള്ളൂ. അതുകൊണ്ട് അതിന്റെ ആഖിബത്തു അംർ, ഈ കാര്യത്തിന്റെ പര്യവസാനവും ഖൈറാണ് എന്നാണ്
നിന്റെ അറിവെങ്കിൽ പടച്ചോനെ ഫഖ്ദുറുഹുലി, എനിക്കത് നിർണയിച്ചു കൊണ്ട പടച്ചോനെ, വയസ്സിറുഹുലി, അത് എനിക്ക് എളുപ്പാക്കി കൊണ്ട പടച്ചോനെ, സുമ്മ ബാരിക് ലി ഫീഹി, പിന്നെ അതിൽ എനിക്ക് ബർക്കത്ത് കൊണ്ട പടച്ചോനെ. وَإِن كُنْتَ تَعْلَمُ أَنَّ هَذَا الْأَمْرَ شَرٌّ لِي فِي دِينِي وَمَعَاشِي وَعَاقِبَةُ أَمْرِي, ഈ കാര്യം അതെനിക്ക് ഷർറാണെന്നാണ് നിന്റെ അറിവെങ്കിൽ, എന്റെ ദീനിനും എന്റെ മഈശത്തിന്റെ മാർഗത്തിലും കാര്യത്തിന്റെ പര്യവസാനത്തിലുമൊക്കെ കുറച്ചു കഴിയുമ്പോൾ അത് ഷർറാണ് എന്നാണ് നിന്റെ അറിവെങ്കിൽ ഫസ്രിഫുഹു അന്നി, അതിൽ നിന്ന് എന്നെ നീ മാറ്റി പടച്ചോനെ. വസ്രിഫിനി അൻഹു, ആ കാര്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതില്ലെന്നും ആ കാര്യം എന്നിലേക്ക് വരുന്നതില്ലെന്നും എന്നെ മാറ്റി പടച്ചോനെ. ഫഖ്ദുറുലി അൽ ഖൈറ, ഖൈർ എവിടെയാണോ അത് എനിക്ക് നിർണയിച്ചു കൊണ്ട പടച്ചോനെ. ഫഖ്ദുറുലി അൽ ഖൈറ ഹൈസു കാൻ, എവിടെയാണോ ഖൈറുള്ളത് അത് എനിക്ക് കാണിച്ചു കൊണ്ട പടച്ചോനെ, അതെനിക്ക് നിർണയിച്ചു കൊണ്ട പടച്ചോനെ. സുമ്മ അർളിനി, പിന്നെ എനിക്ക് അതിലൊരു തൃപ്തി കൊണ്ട പടച്ചോനെ. എത്രമാത്രം അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഖൈറിനെ ചോദിക്കുന്ന നമ്മളെല്ലാവരും നിർബന്ധമായും ഈ പ്രാർത്ഥന പഠിച്ചു വെക്കണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് നമ്മൾ ഈ ഖൈറിനെ ചോദിച്ചുകൊണ്ട് ഇറങ്ങിയാൽ നമ്മൾ ഇടപെടുന്ന ഏത് കാര്യത്തിലും അള്ളാഹു നമുക്ക് ഖൈറിനെ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു ഖൈർ ചെയ്താൽ അടുത്ത ഖൈറിന് വേണ്ടി ചോദിക്കണം. ഒരു ഖൈറായ കാര്യം നമ്മൾ ചെയ്താൽ പിന്നെ വീണ്ടും ഒരു ഖൈറായ കാര്യത്തിന് അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ വലിയൊരു ഖൈറായ കാര്യമാണ്. അത് കൊടുത്ത ഉടനെ നമുക്കൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന പലർക്കും അറിയില്ല. നമ്മൾ ഏതൊരു ഖൈറായ കാര്യം ചെയ്താലും അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന മൂസാ നബിന്റെ ചരിത്രത്തിൽ നിന്നാണ് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിലെത്തി. ഈജിപ്തിൽ നിന്ന് അവിടെ അദ്ദേഹത്തിന്റെ കയ്യാൽ ഒരാൾ മരണപ്പെടുകയും അങ്ങനെ മൂസാ നബി അവിടെ നിന്ന് നാട് വിട്ട് മദിയൻ എന്ന പട്ടണത്തിലെത്തി. അങ്ങനെ ആ പട്ടണത്തിലെത്തി അദ്ദേഹം ആ മദിയനിലൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അവിടെ കുറേ ആളുകൾ, ആട്ടിടയന്മാര് ഒരു വലിയ ഒരു കിണർ പോലെയുള്ള ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളം എടുക്കുകയാണ്. ആട്ടിടയന്മാരിങ്ങനെ വെള്ളം കൊണ്ടുപോവാണ്. അപ്പോ 2 പെൺകുട്ടികൾ ദൂരെ മാറി നിൽക്കുന്നുണ്ട്. അവർ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവർക്ക് ഈ ആട്ടിടയന്മാര് അവസരം കൊടുക്കുന്നില്ല. അവരിങ്ങനെ വെള്ളം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ മാറി നിൽക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ മൂസാ നബി ആ പെൺകുട്ടികളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ കുറെ നേരമായി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ആട്ടിടയന്മാര് വെള്ളമെടുത്ത് അവിടുന്ന് പോയിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ. പക്ഷേ ഒരുപാട് സമയമായി. അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളെ വാപ്പയാണെങ്കിൽ വീട്ടില് വൃദ്ധനായ, ആ പടുവൃദ്ധനായ ആളാണ് ഞങ്ങളെ വാപ്പ. ഞങ്ങളെ വാപ്പാക്ക് ഈ വെള്ളം കൊണ്ടുപോയി ചെന്നിട്ട് വേണം വാപ്പാക്ക് കുടിക്കാനും വാപ്പയെ കുളിപ്പിക്കാനും ഒക്കെ. ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്, വീട്ടിൽ ആരുമില്ല. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു അത് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ 2 പെൺകുട്ടികളെ ഈ രംഗം കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കിണറിലേക്ക് ഇറങ്ങി. ഒരു കുളം, കിണർ പോലെയുള്ള ഒരു കുളമാണ്. അതിലേക്ക് ഇറങ്ങി അദ്ദേഹം വെള്ളം കോരിയിട്ട് ആ 2 പെൺകുട്ടിക്ക് കൊടുത്തു. വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈറായ ഒരു കാര്യമാണ്. അതിലും വലിയൊരു ഹൈറായ കാര്യം വേറെ ഇല്ല. പ്രത്യേകിച്ച് നല്ല വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്ത സമയത്ത് വെള്ളം ഇല്ലാത്തവർക്ക് നമ്മൾ കുറച്ച് വെള്ളം കൊടുത്താൽ അത് വലിയൊരു ഹൈറായ കാര്യമാണ്. ഈ സംഭവത്തിന് ശേഷം, വെള്ളം കോരി കൊടുത്തതിന് ശേഷം, ഫസഖാലുഹുമ, 2 പേർക്കും അദ്ദേഹം വെള്ളം കോരി കൊടുത്തു. കുടിക്കാനുള്ള വെള്ളം കൊടുത്തതിന് ശേഷം സുമ്മ തവല്ല ഇലവില്ലി, പിന്നെ തണലിലേക്ക് മാറി നിന്നു. ആ സ്ഥലം പോയി കണ്ടവർക്കറിയാം, ഒരു നല്ല വിജനമായൊരു സ്ഥലമാണ്. ഒരുപാട് പർവ്വതങ്ങളൊക്കെ ഒരു മരുഭൂമി പോലെയുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹം അവിടെ നിന്നൊരു മരത്തിന്റെ തണലിലേക്ക് അദ്ദേഹം മാറി നിന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഫഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എനിക്ക് എന്തൊരു ഖൈറാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ ഖൈറിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ് പടച്ചോനെ. നോക്കൂ നിങ്ങൾ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഖുർആനിലെ ഒരു പ്രാർത്ഥനയാണിത്. ഖുർആനിലെ ഒരു പ്രാർത്ഥനയാണ്.
റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, എന്തൊക്കെ ഒരു ഖൈറാണോ നീ എനിക്ക് ഇറക്കിത്തരുന്നത്, ആ ഖൈറിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ്. ഇതൊരു ഖൈറായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഖൈർ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ കുറേ നേട്ടങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ കരുതി വെക്കരുത്. നമുക്ക് ദുനിയാവായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കുറേ നേട്ടങ്ങളും ഗുണങ്ങളും കിട്ടലാണ് ഖൈർ എന്ന് മനസ്സിലാക്കി വെക്കരുത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൻ. പരലോകമാണ് ഖൈർ. ആർക്ക്? ലില്ലദിന യത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് പരലോകമാണ് ഖൈർ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഈ ദുനിയാവിനേക്കാൾ ഖൈർ പരലോകാണ്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ക. ഈ ദുനിയാവിനേക്കാൾ ഖൈർ എന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറും പരലോകമാകുന്നു. കുൽ മതാഉദ് ദുനിയ ഖലീൽ. ഈ ദുനിയാവിന്റെ എല്ലാ വിഭവങ്ങളും വളരെ തുച്ഛമാണ്. വൽ ആഖിറത്തു ഖൈറുൻ. ആർക്ക്? വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖ. മുത്തഖീങ്ങൾക്ക്, തഖവയുള്ളവന് പരലോകമാണ് ഖൈർ. നമ്മൾ എന്തൊരു ഖൈറായ കാര്യം നമ്മൾ ചെയ്താലും അതിൽ ഒരു നിരാശയും വേണ്ട. അതൊരു ചെറിയ കാര്യമാകട്ടെ, ചെറിയൊരു കാര്യമാകട്ടെ, ഇതൊക്കെ ഇപ്പൊ പടച്ചോൻ കാണുമോ, ഇതൊക്കെ പടച്ചോൻ, ഇതൊക്കെ ഇപ്പൊ കിട്ടുമോ? അള്ളാഹു വളരെ വ്യക്തമായി പറയാണ്, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ. ഖൈറായ എന്ത് നിങ്ങൾക്ക് ചെയ്തു വെച്ചാലും തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്കത് കാണാം. എന്ത് നിങ്ങൾ ഖൈർ ചെയ്താലും അള്ളാന്റെ അടുക്കൽ കാണാം. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ. ഓരോ വ്യക്തിയും ഖൈറായത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും മുഹ്ളറ, ആ ഖൈർ നാളെ പരലോകത്ത് ഹാജറാക്കപ്പെടും. അതുകൊണ്ട് ഒരു അണുത്തൂക്കം ഖൈറിന് വേണ്ടി നമ്മൾ നാളെ ആഗ്രഹിക്കും. ഒരു ഖൈറും വേണ്ടാന്ന് വെക്കരുത്. ഒരു ഖൈറായ കാര്യം നമ്മൾ കണ്ടാൽ അത് എടുക്കാതെ പോകരുത്. ഒരു ഖൈറായ കാര്യത്തിന് അവസരം കിട്ടിയാൽ ചെയ്യാതെ പോകരുത്. എന്താ കാരണം? നാളെ നമ്മൾ ആഗ്രഹിക്കും, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുത്തൂക്കമാണ് ഖൈറെങ്കിൽ അത് നാളെ പരലോകത്ത് കാണിക്കപ്പെടും. നമ്മൾ ആഗ്രഹിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു പറയാണ്, ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പഠിക്കുമ്പോൾ ഖൈറുല്ലക്കും, ഖൈറുല്ലക്കും, നിങ്ങൾക്കതാണ് ഖൈർ, നിങ്ങൾക്കതാണ് ഖൈർ. എത്ര സ്ഥലത്ത് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്. ഇതിലേത് ഖൈറ നമുക്കറിയാം. നമ്മൾ പഠിച്ചത് ഏതാണ് സഹോദരങ്ങളെ? വമാ തഫഅലൂഹു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. നിങ്ങൾ ഏതൊരു ഖൈറായ കാര്യം ചെയ്താലും അത് അല്ലാഹു അറിയും. ചിലപ്പോൾ നമുക്ക് ഖൈറല്ലാന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹ് പറയാണ്, വഅസ അൻ തക്റഹു ഷൈഅൻ. നിങ്ങൾക്കൊരു കാര്യം വെറുപ്പായിട്ട് തോന്നി, പക്ഷെ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കത് ഖൈറായിരിക്കും. ലാ തഹ്സബുഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഷർറാണെന്ന്, അല്ല, അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. നോക്കൂ, നിങ്ങൾ പലതും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഖൈറാണെന്ന് വിചാരിച്ച പലതും നമുക്ക് ഷർറായിട്ടുണ്ട്. വലിയൊരു പ്രയാസത്തോടെ ഇടങ്ങേറോടൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ഖൈറായി മാറിയിട്ടുണ്ട്. എന്താ കാരണം? ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ് പടച്ചോനെ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്ത് ആലു ഇമ്രാനിൽ സ്വർണം, വെള്ളി, നല്ല മുന്തിയ തരം കുതിരകൾ, വാഹനങ്ങൾ, ഇതിനൊക്കെ പറ്റി പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ദുനിയാവിൽ ഇതൊക്കെ കണ്ട് കിട്ടിയ വലിയ ഖൈറാ. ഒരാൾക്കൊരു വാഹനം കിട്ടി, വലിയൊരു ഖൈറാണ്. കുറെ സ്വത്ത് മുതലൊക്കെ കിട്ടി, വലിയ ഖൈറാണ്. ഇത് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുൽ അഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറയുക നബിയെ അറിയിച്ചു തരട്ടെയോ, ബി ഖൈറും മിൻ ദാലിക്കും, ഇതിനേക്കാളൊക്കെ ഖൈറായത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ചില ആൾക്കാർ വളഞ്ഞ വഴികളിലൂടെ ഖൈർ ചോദിക്കും, വളഞ്ഞ വഴികളിലൂടെ ഖൈർ തേടും. പല ആൾക്കാരും അങ്ങനെ, ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് ചൂഷണമായിരിക്കും, അത് മതത്തിന്റെ പേരിലായിരിക്കും, ആത്മീയതയുടെ പേരിലായിരിക്കും. അങ്ങനൊക്കെ പല ആൾക്കാരും ഒരുപാട് ഖൈർ കിട്ടിയ ആൾക്കാരുണ്ട്. ജനങ്ങളെ വിശ്വാസം ചൂഷണം ചെയ്ത് ആത്മീയ തട്ടിപ്പ് നടത്തിയൊക്കെ പല ആൾക്കാരും ഖൈർ തേടിയിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂല് പറയാണ്, ആത്മീയതയുടെ നെറുകയുള്ള വ്യക്തി ആരാ? ആത്മീയതയുടെ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി റസൂല. ആ റസൂല് പറയുന്നത് കാണാം, ഖുർആനാണ്, വലൗ കുൻത അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യം എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എത്രയോ ഖൈറുകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു. മറഞ്ഞ കാര്യം അറിയുന്നു പറഞ്ഞിട്ട് എത്ര ആളുകളെ പലരും തട്ടിപ്പ് നടത്തിയത് അല്ലേ?
കുറുക്ക് വഴികളിലൂടെ അത് തേടിപ്പോകുന്ന ആൾക്കാരുണ്ട്. റസൂൽ തന്നെ കൊണ്ട് അള്ളാഹു അറിയിപ്പിക്കുക, ഖുർആന മറഞ്ഞ കാര്യം എനിക്കറിയുന്നുവെങ്കിൽ എത്ര ഖൈർ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നാ. അപ്പൊ അങ്ങനെ കുറുക്കു വഴികളിലൂടെ ഒരു ഖൈർ നമ്മൾ തേടാൻ പാടില്ല. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള സ്നേഹം. അവിടെ ഖുർആൻ പറഞ്ഞത് ആ ഖൈർ സമ്പത്താണ്, മുതലാണ്. അതിനോടുള്ള സ്നേഹം മനുഷ്യന് അങ്ങേ അറ്റമാണ്, നിർണയിക്കാൻ പറ്റാത്തതാണ് എന്നാണ്. ആ വല്ലാത്ത അതിര് കടന്ന ആ സമ്പത്തിനോടുള്ള ഇഷ്ടം ഒരു പക്ഷേ നമ്മളെ നാട്ടത്തിലേക്ക് എത്തിക്കും. വഇൻ യുരിദുക ബിഖൈരിൻ, അള്ളാഹ് ഒരു ഖൈർ തരാൻ ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദലി ഫദ്ലിഹി, അള്ളാഹിന്റെ ഫദ്ല് തടയാൻ ഒരാളുമില്ല. നമ്മൾ ഖൈർ തേടി എങ്ങോട്ടും പോണ്ട, വേറെ ഒരു സ്ഥലത്തേക്കും പോണ്ട, ഒരു വ്യക്തിയോടും പ്രാർത്ഥിക്കേണ്ട, ഒരു വ്യക്തിയോടും ആവശ്യപ്പെടേണ്ട. അള്ളാഹിന്റെ കയ്യിലല്ലേ ഖൈർ, ബിയദിക്കൽ ഖൈർ. വഇൻ യുരിദുക ബിഖൈരിൻ, അള്ളാഹ് ഒരു ഖൈർ തരാൻ ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദലി ഫദ്ലിഹി, അവന്റെ ആ ഫദ്ല് തടയാൻ ഒരാളില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവനാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവശേഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് ഖൈർ. ഇത് കച്ചവടക്കാരെ പറ്റി പറയുന്നിടത്ത ഈ ആയത്ത്, ശുഐബ് നബിന്റെ കാലത്തുണ്ടായിരുന്ന ആൾക്കാർ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് സ്വത്തും മുതലുണ്ടാക്കി. ഖൈറാന്ന് വിചാരിക്കണ്ട. ആൾക്കാരെ പറ്റിച്ച് ചൂഷണം ചെയ്ത് കുറെ ദുനിയാവ് ഉണ്ടാക്കിയിട്ട് ഖൈറാന്ന് വിചാരിക്കണ്ട. അള്ളാഹ് പറയാണ് ബഖിയത്തുല്ലാഹി ഖൈർ, നിങ്ങളെ ഈ സ്വത്തിലും മുതലൊക്കെ അള്ളാഹിന്റെ അടുക്കൽ എന്താ ബാക്കി? ഹറാം ഉണ്ടാവില്ലല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ എന്താണോ ബാക്കി അത് മാത്രമാണ് ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വല അജ്റുൽ ആഖിറത്ത് ഖൈറുൻ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് പരലോകത്തെ പ്രതിഫലമാണ് ഖൈർ. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക, അവശേഷിക്കുന്ന നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് നിന്റെ റബ്ബിന്റെ അടുക്കൽ ഖൈർ. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, ഈ ദുനിയാവിലെ റിസ്ക് മാത്രമല്ല പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ച റിസ്ഖുണ്ട്, അതാണ് ഏറ്റവും ഖൈർ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് സുമ്മ ലനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും അതൊരു ഫിത്നയാണ്, അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ് ഖുർആൻ ചോദിക്കുകയാണ്. കുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ്, നാളെ നരകത്തിലെത്തേണ്ട അവസ്ഥ വേണോ, അതല്ല സ്ഥിരവാസത്തിന്റെ സ്വർഗമാണോ ഖൈർ? ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ, പൊതുവെ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഖൈർ ചോദിക്കുന്ന കാര്യത്തിലൊന്നും മനുഷ്യന് ഒരു മടുപ്പുണ്ടാവാറില്ല. ഖൈർ എത്ര കിട്ടിയാലും അവന് വേണം. ഖൈർ ചോദിക്കുന്ന കാര്യത്തിൽ മനുഷ്യന് സാധാരണ മടുപ്പുണ്ടാവാറില്ല. പക്ഷേ അവസ്ഥ എന്തെന്നറിയോ? എന്താണ് ശരിയായ ഖൈറെന്ന് പലപ്പോഴും അറിയാതെ പോവുകയാണ്. നമ്മൾ വിചാരിച്ച പലതും ഇല്ലല്ലോ. 3 കഷ്ണം തുണിയും അല്പം പരുത്തി കഷ്ണം മാത്രമേ കൊണ്ടുപോകുള്ളൂ. നമ്മളെ വൃത്തത്തിൽ ഇന്ന് നമുക്കുള്ളത് മുഴുവനും കിട്ടോ? ഇല്ല. നമ്മൾ ഉടുത്തതും തിന്നതും ഉപയോഗിച്ചതും അതിൽ പരലോകത്തൊക്കെ എന്താക്കുക ബാക്കി കിട്ടും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അനന്തരാവകാശികൾ കൊണ്ടുപോകും. അള്ളാഹു വളരെ വ്യക്തമായി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കണം, ദീന് പഠിക്കണം. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, വമൻ യുഅ്തൽ ഹിക്മ, ആർക്കെങ്കിലും മതപരമായ ജ്ഞാനം അല്ലാഹു കൊടുത്താൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവനെ കൊടുത്ത് ധാരാളം ഖൈറാണെന്നാണ്. വലോ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറുൽ ലഹും, വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരെ അവരത് പഠിച്ച് വിശ്വസിച്ചിരുന്നെങ്കിൽ അതവർക്ക് ഖൈറാകുമായിരുന്നു. വലോ അന്നഹും ഫഅലു മാ യുഅദുന ബിഹി ലകാന ഖൈറൻ ലഹും, അള്ളാഹു കൊടുത്ത ഈ ഖുർആനാകുന്ന ഉപദേശം പഠിച്ച് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു ഖൈർ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകുമുർ റസൂലു ബിൽ ഹഖ് മിർ റബ്ബിക്കും ഫആമിനു ഖൈറുൽ ലക്കും, ഖൈറൻ ലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ. മരണസമയത്ത് മുത്തഖീങ്ങളോട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മരണസമയത്ത് അത് ആരോടെന്നറിയാം? മുത്തഖീങ്ങളോടാ. മുത്തഖീങ്ങൾ ആരാണ്? ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്. അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വഖീല ലില്ലദീന തഖൗ, മുത്തഖീങ്ങളോട് ചോദിക്കും മാദാ അൻസല റബ്ബുക്കും, മരണസമയമാണ്. ഇതിന്റെ പശ്ചാത്തലം ഖുർആൻ പറയാം. മരണസമയ, മരിക്കുന്ന സമയത്ത് മുത്തഖീങ്ങളെന്ന് ചോദിക്കും മാദാ അൻസല റബ്ബുക്കും, അള്ളാഹ് എന്താ ഇറക്കിത്തന്നതെന്ന്. അള്ളാഹ് ഇറക്കിത്തന്നത് മഴയാണെന്നോ സത്ത് മുതലാണെന്നോ മക്കളാണെന്നോ അല്ല പറയാ, മറിച്ച് ഖാലു, അവർ പറയും ഖൈറാ. ഖുർആനാ. മാതാ അൻസല റബ്ബുക്കും, റബ്ബെന്താ ഇറക്കിത്തന്നതെന്ന് മരണസമയത്ത് ചോദിക്കുമ്പോൾ പറയും ഖൈറാണ് ഇറക്കിത്തന്നതെന്ന്. അത് ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ്. ഖൈറു ഉമ്മ,
ഖൈറു ഉമ്മ, ഖൈറായ ഒരു ഉമ്മത്താണ്. അതാകണമെങ്കിൽ എന്ത് പഠിക്കണം? നമ്മൾ ഖുർആൻ പഠിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളെ കൂട്ടത്തിലെ ഖൈറായവൻ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഖൈർ എന്തിലാണ്? നമ്മളിങ്ങനൊക്കെ ഖൈറാകട്ടെ 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 എന്ന് വെറും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മൾ വിചാരിക്കുന്ന പല ഖൈറും നമുക്ക് ഷർറായി മാറാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള ജാഗ്രത നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സമൂഹം നന്മയാണ് എന്ന് കരുതി, ഗുണം കിട്ടുമെന്ന് കരുതി സമൂഹം സൃഷ്ടിക്കുന്ന, മനുഷ്യന്മാർ സൃഷ്ടിക്കുന്ന നിയമങ്ങൾ അത് പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ്. അഖിയ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കും. എന്താണ് അഖിയ? അഖിയ എന്ന് പറയുന്നത് ജപ്പാനിലെ വീടുകൾക്ക് പറയുന്ന പേരാണ്. ജപ്പാനിലെ എല്ലാ വീടുകൾക്കുമല്ല, ആൾത്താമസമില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്കാണ് അഖിയ എന്ന് പറയാം. ജപ്പാനിൽ 90 ലക്ഷം വീടുകളാണ്. 90 ലക്ഷം വീടുകളാണ് ആൾത്താമസമില്ലാതെ ജപ്പാനിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. 90 ലക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലെ ആകെ ജനസംഖ്യ 90 ലക്ഷം. ന്യൂയോർക്കിൽ അത്രയും വീടുകൾ ആൾത്താമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ജനസംഖ്യാ നിയന്ത്രണമായിരുന്നു. അവിടെ മാത്രമല്ല, ചൈനയിൽ നോക്കി നിങ്ങൾ. ഇന്ന് ചൈനയിൽ ഒരു കുട്ടി പിറന്നാൽ അതിന് പ്രോത്സാഹനം കൊടുത്തിട്ട് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് വരെ ഓഫർ ചെയ്യണം. ചൈനയിലെ പട്ടണങ്ങളിൽ വൃദ്ധജനങ്ങളാണ്, യുവാക്കളെ കാണാനില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായിട്ട് ചൈന നടപ്പിലാക്കിയത്. കാരണം ലോകത്ത് നമ്പർ 1 ജനസംഖ്യയുള്ള രാജ്യം അതായിരുന്നു. കുത്തനെ താഴോട്ട് പോയി. അവർ ഹൈറാണെന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പക്ഷെ ജനസമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അവർ മനസ്സിലാക്കാതെ പോയി. ഇന്ന് ചൈനയിൽ ഒരു കുട്ടി ജനിച്ചാൽ ഫ്ലാറ്റ് അടക്കം, റേഷൻ കാർഡ് 2 കുട്ടികൾ ചുരുങ്ങിയതില്ലാത്തവർക്ക് റേഷൻ കാർഡ് വരെ ഇല്ല. ഒരു ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളും കിട്ടൂലാണ് ചൈനയിലെ നിയമം. എന്തുകൊണ്ട് തിരിച്ചു വന്നു? സഹോദരങ്ങളെ, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ അതിന് പരിമിതികളുണ്ട്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് എന്താണോ പറയുന്നത് അതാണ് നിയമം. എന്തുകൊണ്ടാണ് അവിഹിത ഗർഭം ചുമന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കുടിച്ച ഒരു കടലാസ് ഗ്ലാസ് വലിച്ചെറിയുന്ന പോലെ പ്രസവിച്ച കുഞ്ഞിനെ വീട്ടിൽ നിന്ന്, ഫ്ലാറ്റിൽ നിന്ന് ഒരു പെണ്ണ് വലിച്ചെറിഞ്ഞ് നമ്മളെ നാട്ടിലാ? എന്തുകൊണ്ടുണ്ടായി? അല്ലാഹുവിന്റെ നിയമങ്ങളെ അതിനെ പിൻപറ്റി ജീവിച്ചുകൊണ്ട് കിട്ടുന്ന ഖൈറ് മനുഷ്യൻ തേടാതെ പോയി എന്നതാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ആളുകൾക്ക് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ ഈ ഡയലോഗുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പല സ്ഥലത്തും സംവാദങ്ങൾ സംഘടിപ്പിക്കാറ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച ചങ്ങരംകുളത്ത് ഈ ഇത്തരം ആനുകാലിക വിഷയങ്ങളൊക്കെ സംവദിക്കുന്ന ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. അത് നമ്മൾ കേൾക്കണം, നമ്മൾ പങ്കെടുക്കണം. അതിന്റെ ലിങ്കുകൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് ഇസ്ലാമിന്റെ ഈ ഏറ്റവും വലിയ ഖൈറ്, കുൻതും ഖൈറ ഉമ്മ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ യദ്ഊന ഇലൽ ഖൈർ ഖൈറിലേക്ക് അവർ ക്ഷണിക്കുന്ന ഖുർആൻ പറഞ്ഞത് ആര്? ഖൈറു ഉമ്മത്ത് ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരാണ്, നന്മകളിലേക്ക്, അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഖൈർ. അതാണ് മാതാ അൻസല റബ്ബുക്കും, റബ്ബ് എന്താ ഇറക്കിയത്? കാലു ഖൈറ. ആ ഖൈർ തേടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി മാറാട്ടെ. യുസാരിഊന ഫിൽ ഖൈറാത്ത് വസ്തബിഖുൽ ഖൈറാത്ത്. ഖൈറിലേക്ക് മുന്നേറാൻ, ഖൈറിലേക്ക് മത്സരിക്കാൻ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ.
അതിന് സഹോദരങ്ങളെ അള്ളാഹിന്റെ ഒരു അനുമതി കിട്ടണം, അള്ളാഹിന്റെ തൗഫീഖ് കിട്ടണം. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നി. അള്ളാഹിന്റെ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന ഭൂമിയിലെ ഏറ്റവും ഹൈറായ കർമ്മത്തിന് സാക്ഷികളാകാനുള്ള ഈമാനും തഖ്വയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ഒഴിവ് സമയം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കണമെന്ന ഒരു ചിന്ത അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മദ്രസയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു പ്രവർത്തകന്റെ സഹോദരി മരണപ്പെടുകയുണ്ടായി ഇന്ന് രാവിലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ദാഇയായ കടവത്തൂർ അബൂബക്കർ ഫാറൂഖി കഴിഞ്ഞ ദിവസം വീട്ടിന്റെ ടെറസിൽ നിന്ന് വീണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. വളരെ ഗുരുതരമായ അവസ്ഥയാണുള്ളത്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും രോഗശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം സഹിച്ച എല്ലാ വേദനകളും അല്ലാഹു തആല അദ്ദേഹത്തിന് പരലോകത്ത് ദറജ ഉയരാൻ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹയാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. തവഫനാ مسلمين وألحقنا بالصالحين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.